ഹലോ, ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടിയും ചെറുപഴവും കൊണ്ടൊരു കിടിലൻ സ്നാക്ക് ഉണ്ടാക്കാം. ബ്രേക്ക്ഫാസ്റ്റിനോ ഈവനിങ് സ്നാക്കിനോ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുറഞ്ഞ ചേരുവകളും മതിയല്ലോ പിന്നെ ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ ചെറുപഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ 4 ചെറുപഴം മൈസൂർ പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ശർക്കരയാണ് കേട്ടോ. അപ്പോൾ 2 അച്ച് ശർക്കര ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ ബനാനയും ശർക്കരയും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ബനാനയും ശർക്കരയും നല്ലൊരു പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മധുരമുള്ള സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാം. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഗോതമ്പ് പൊടി ശർക്കരയും ബനാനയൊക്കെ വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കും കൂടെയാണ് കേട്ടോ. അപ്പോൾ ബനാന ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണം നമ്മളിതൊന്ന് മിക്സാക്കി എടുക്കാൻ. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മൊത്തത്തിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ് ആക്കിയെടുക്കേണ്ടത്. നമ്മൾ കേക്കിനൊക്കെ ബാറ്റർ ഉണ്ടാക്കിയെടുക്കൂലേ, ഏകദേശം ആ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ കട്ടയൊന്നും കൂടാതെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ബാറ്റർ ഇരിക്കേണ്ടത്. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ല തിക്കായിട്ട് തന്നെ വേണം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിൽ ഇവിടെ നല്ലപോലെ തിളപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടതിന് ശേഷം ഓരോ തവി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ, എന്നാലും ഇതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരുള്ളൂ. നമ്മളിത് എണ്ണയിലിട്ടതിന് ശേഷം കുറേശ്ശായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് എണ്ണ അങ്ങനെ തൂവി കൊടുക്കണം. നമ്മൾ പൂരിയൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ചെയ്യാറില്ലേ, അതുപോലെ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് പൊങ്ങി വരും. കണ്ടില്ലേ, ഇതുപോലെ പൊങ്ങി വരും. എന്നിട്ടൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് അതുപോലെ തന്നെ എണ്ണ തൂവി കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ നല്ല പോലെ 2 വശവും പൊങ്ങി വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കിനി എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടോ, നമ്മുടെ സ്നാക്ക് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് പൊട്ടിച്ചിട്ട് കാണിച്ചു തരുന്നത്. പോക്കറ്റ് പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. കണ്ടില്ലേ, നല്ല ആരെടുത്തിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. നമ്മൾ കലത്തപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ആരെടുത്തൊരു പരുവല്ലേ, അതുപോലെയാണ്. നല്ല പോക്കറ്റ് പരുവത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു സ്നാക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്